സോ അങ്ങനെ മരണമാസ സിനിമ കണ്ടു. നല്ല ഊമ്പിയ പടം എന്ന് എനിക്ക് പറയണം, വേറെ ഒന്നും പറയാനില്ല. ഇമാതിരി ഒരു കുണച്ച പടം സത്യം പറയാലോ നല്ല പ്രതീക്ഷയോടെ കാണാൻ വെച്ച സിനിമ തന്നെയായിരുന്നു. ബട്ട് ആ പ്രതീക്ഷയെല്ലാം അങ്ങനെ തട്ടി തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു പടമാണ്. ബേസിൽ ജോസഫിനെ എല്ലാം പ്രതീക്ഷിച്ചു. ബേസിൽ ജോസഫിനെ സത്യം പറഞ്ഞാൽ ഇമാതിരി ഒരു വെറുപ്പിക്കൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അമ്മാതിരി കുണച്ച പടം എന്നേ പറയുള്ളൂ. എനിക്കിതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനുള്ള വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്, അതിൻ്റെ പുൾ ഓഫ് ഉണ്ട്. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റാർട്ട് ഉണ്ട് ഈ പടത്തിൻ്റെ. അത് ഗംഭീരമാണ്. ഈ പടം തുടങ്ങിയിട്ട് കുറച്ച് സെക്കൻഡ്, അതായത് ബേസിൽ ജോസഫിൻ്റെ ഒരു ഇൻട്രോ വരെ കിടിലാണ്. അപ്പോൾ ഞാൻ ഒരു പടത്തിൻ്റെ ഒരു എബിലിറ്റി നമ്മളത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുമല്ല മക്കൾ. അതിനുശേഷം ഒരു കിളവനൊക്കെ വരാണ് ഇതിൻ്റെ അകത്ത്. ആ കിളവൻ്റെ വെറുപ്പിക്കൽ വേറെ. അത് കഴിഞ്ഞിട്ട് ബേസിൽ ജോസഫ് വെറുപ്പിക്കുന്നുണ്ട്. ബേസിൽ ജോസഫ് മാത്രമല്ല, വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കൂടെ. അവരും വെറുപ്പിച്ച ഒരു വെറുപ്പിക്കലൊരു ഘോഷയാത്ര തന്നെയാണ് അങ്ങോട്ട്. എങ്ങനെ കണ്ടെടുത്താൽ എനിക്ക് തന്നെ അറിയില്ല. ഫുൾ ടൈം ബോറടിയുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് ഫുള്ളി ബോറടിയാണ്. സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഭയങ്കര വീക്ക് സ്ക്രിപ്റ്റ്, ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് എന്നെല്ലാം പറയില്ല. എങ്ങനെയല്ലോ എഴുതിയിട്ട് ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് കാണിക്കുന്നുണ്ട്. എന്തിനാ കാണിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ ചില പ്രേമത്തിൻ്റെ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതിൽ എന്തിനാ വെച്ചേ, അതിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. വെറുതെ ഇങ്ങനെ തട്ടി കളിക്കുക ഓരോ സീക്വൻസ് വെച്ചിട്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന കുറേ സീക്വൻസും എന്തിനു വേണ്ടിയുള്ള ക്യാരക്ടേഴ്സും. സത്യം അതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റാർട്ടിനെ പറ്റി പറഞ്ഞു പറ്റും. ഇതിൻ്റെ അകത്ത് ബേസിൽ ജോസഫിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. ബേസിൽ ജോസഫ് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ബട്ട് അതുവരെയുള്ള ഒരു പോർഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചാൽ അത് കണ്ടപ്പോൾ ഇത് പടം നല്ല ഗംഭീര പടഞ്ഞായിരിക്കും. കാരണം കോമഡി ഒക്കെ അപ്പം തന്നെ വർക്കൗട്ടുണ്ട്. ഒരു ബ്ലാക്ക് കോമഡി ജോണൽ സിനിമ മൊത്തം പോകുന്നത് ഫുള്ളി ഒരു ബ്ലാക്ക് കോമഡിയാണ്, പക്കാ ബ്ലാക്ക് കോമഡിയാണ്. പക്ഷേ ആ ഒരു ബ്ലാക്ക് കോമഡി മൊത്തം പാളിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുക. ഇതൊരു 90% വെച്ച കോമഡി ഫുള്ളും പാടിയിട്ടുണ്ട്. എനിക്ക് ഒരു കോമഡിയിൽ ചിരിക്കാൻ തോന്നിയില്ല. മൊത്തം വെറുപ്പിച്ച് കൈ തന്ന പോലെ തോന്നിയിട്ടുള്ളത്. അയ്യോ, ചില സീനൊക്കെ ഉണ്ട് എൻ്റെ മോനെ. തിയേറ്റർ നല്ല ഫുൾ സൈലൻ്റ് ആയി. ഈ ബേസിൽ ജോസഫും ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ കിടന്നിങ്ങനെ പരിശ്രമിച്ച് പെർഫോം ചെയ്യാനല്ലാണ്ട് നമ്മളെല്ലാം ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ വായുമ്പോൾ നോക്കുന്നതേ ഉള്ളൂ. കൺവിൻസി സ്റ്റാറൊക്കെ ഉണ്ട്. കൺവിൻസി സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര ഒരു ഐക്കോണിക് ഡയലോഗ് അല്ലേ, അതെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പടത്തിന് ചില പോർഷൻസ് ഒക്കെ ഉണ്ട്, ഒരു ഹൈ നോട്ടിലേക്കെല്ലാം പോകുന്ന പോർഷൻസ് ഒക്കെ ഉണ്ട്. ചില കോമഡിക്ക് നല്ല തന്നെ വർക്കൗട്ട് ഉണ്ട്. അതായത് ബ്ലാക്ക് കോമഡി എന്ന രീതിയിൽ ഒരു 90% കുറച്ച സാധനമാണെങ്കിലും ഒരു 10% എന്ന് ഹൈ ആക്കാൻ പറ്റിയ സാധനങ്ങൾ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മൾ എന്താ പറയുക ഓർക്ക് വരെയില്ല. അങ്ങനത്തെ ഒരു കോമഡീസ് അല്ലാന്ന്. മൊത്തത്തിലൊരു ബോറടി തന്നെയാണെന്ന് പറയാം. പിന്നെ ബേസിൽ ജോസഫിൻ്റെ ഇൻട്രോ കിടില ഇൻട്രോ ആയിരുന്നു. മൂപ്പർക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും കിടില ഇൻട്രോ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ മൂപ്പര ഒരു സ്ക്രീനിൽ വരുമ്പോൾ പെർഫോമൻസ് ഒക്കെ ഫസ്റ്റ് എല്ലാം കാണാൻ ഭയങ്കര തന്നെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് മൂപ്പരെ വെറുപ്പിക്കൽ. എനിക്കൊന്ന് ബേസിൽ ജോസഫിൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഇങ്ങനെ എത്രയും വെറുപ്പിച്ചത്. മൂപ്പർ ഇങ്ങനെ വെറുപ്പിക്കുന്ന സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ബാബു ആൻ്റണിയിലെ വരവെല്ലാം നല്ലതിനും. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ മൂപ്പർക്ക് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാര്യമില്ല എന്നേ പറയുള്ളൂ. പിന്നെ ഒരുത്തരെ ഡ്രാഗുളി യക്ഷിയിലാക്കിയിട്ട് ഒരുത്തരെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, സ്പോയറായിപ്പോവും. ഓനെല്ലാം കൊണ്ടുവന്നിട്ട് ഓനെ കൊണ്ട് കോമാളിത്തരം കാണിപ്പിച്ചിട്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് അതിന് വേണ്ടിയിട്ട് ഇത്രയും കിടില ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അങ്ങ് അടിച്ചു വിടാൻ തന്നെ ഒരു കാര്യമില്ല. എൻ്റെ മോനെ ഒരു കളവരുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനം അതിനാണ്. അതിനെ കൊണ്ടുവന്നിട്ട് അതിനൊരു വെറുപ്പിക്കലുണ്ട്. ഇവിടെ കല്ല് കുടിച്ചിട്ട് ഇങ്ങനെയാണല്ലോ കളിക്ക് ആൾക്കാർ. ഇത് പണ്ടത്തെ കോമഡി പടത്തെല്ലാം കാണുന്ന സീക്വൻസ് പോലെ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ട് ഒരു രസമില്ല. അതായത് വെറുപ്പിച്ച് കൈത്തീരാലും പറയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം ഒന്ന് കൊടുക്കണം എന്ന് തോന്നി. അതിനെ തല്ലി കൊന്നാട്ടേന്ന് തോന്നിപ്പോയി. സത്യം അമ്മാരി ലെവൽ ആക്ടിങ് അതിനൊരു കളവൻ്റെ അല്ലോ. ഈ പടം കഴിഞ്ഞതിനെ നമുക്ക് ഓർക്കാൻ വരെ തോന്നില്ല. അമ്മാരി സാധനം. പിന്നെ ഒരു ക്യാമിയോ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് വന്നിട്ട് ഒരു പോകുന്നുണ്ട്. വെക്കേണ്ട ക്യാമിയോ തന്നെയായിരുന്നു, അതെനിക്ക് തോന്നി. മൂപ്പരും കൂടി ഇല്ലായിരുന്നെങ്കിൽ പടത്തിനൊരു കംപ്ലീഷൻ ഇല്ലായിരുന്നു. സോ മൂപ്പരൊന്ന് കൊണ്ടുവന്നിട്ട് മൂപ്പരൊന്ന് അപമാനിച്ചിട്ട് അതിന് താങ്ക്സ്. അത് ഒരു ഗംഭീര സാധനം തന്നെയായിരുന്നു. സോ ചിരിക്കാൻ പറ്റിയ ഒന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എനിക്ക് ഇതിൻ്റെ അകത്ത് 90% ഒന്നും കണക്ട് ആയില്ല. മൊത്തം സമയം അയ്യോ എന്ന രീതിയിൽ നമ്മൾ ഇരുന്ന് കാണും. ഇത് ഫസ്റ്റത്തെ ഇനീഷ്യൽ പുൾ ഓഫ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് അതൊരു രക്ഷയില്ല. ഒരു 15 മിനിറ്റോ അവരൊക്കെ നൈസ് തന്നെയായിരുന്നു. അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് വേറെ ലെവലിലേക്ക് ആ സാധനം പോകുന്നത്. പക്ഷേ ഇതിന് നേരെ താഴോട്ടേക്കാണ് മക്കളെ പോകുന്നത് ഇതിൻ്റെ ഗ്രാഫൊക്കെ. സോ ഇതൊന്നല്ല പ്രതീക്ഷിച്ചത്. ഒരു ബേസിൽ ജോസഫിൻ്റെ പടം എന്നെല്ലാം പറയുമ്പോൾ പിന്നെ ബ്ലാക്ക് കോമഡി എല്ലാം പറയുമ്പോൾ നല്ല ഇങ്ങനെ കണക്ട് ആവുന്നതാണ് വിചാരിച്ചത്. ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് തന്നെ അത് കാണിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് എല്ലാം പഴയ രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൈസായിരുന്നു. പക്ഷേ ഒരു കാര്യമില്ല എന്നേ പറയുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിളക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. സോ പടത്തിനെ പറ്റി എനിക്ക് മൊത്തത്തിൽ ഇത്ര പറയാലോ. ഒരു കൂറപ്പടം, നല്ല കൊണച്ച മാസ്, ഒരു രക്ഷയില്ല.